കാവ്യ പ്രകാശിനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. കാവ്യ മാധവന്റെ കടുത്ത ആരാധകൻ, അതോടൊപ്പം തന്നെ ലോട്ടറി ഒരുപാട് ഇപ്പൊ തന്നെ 60 ലക്ഷത്തിലധികം രൂപയുടെ ലോട്ടറി എടുത്ത ഒരു വ്യക്തി. അപ്പോ അതോടൊപ്പം തന്നെ ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാവ്യ പ്രകാശൻ പറയുന്നത് ഇത്രയും ഒരുപാട് ലോട്ടറി എടുത്തിട്ടും ഒന്നും അടിച്ചിട്ടില്ല. അപ്പോ ഇനി വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിലാണ് കാവ്യ പ്രകാശൻ ഉള്ളത്. വോട്ട് രേഖപ്പെടുത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാവ്യ പ്രകാശൻ പറയുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. എന്താണ് തീരുമാനം? വോട്ട് ചെയ്യുന്നുണ്ടോ? എന്താണ് വോട്ട് ചെയ്യാൻ? ഞാൻ ഇതുവരെ വോട്ട് ചെയ്തില്ല. ഇന്നത്തെ വോട്ട് ഞാൻ രാവിലെ പോയി ചെയ്യുന്നതാണ്, ഇതുവരെ ചെയ്തില്ല. എത്രയോ ലോട്ടറി എടുത്തു, 50 ലക്ഷം രൂപ ലോട്ടറി എടുത്തിട്ടും പിന്നെ ഒരു റിപ്പയറിന്റെ പൈസ വെക്കുമ്പോൾ പറയും നിങ്ങൾ ലോട്ടറി എടുക്കുന്നില്ലേ, അതുകൊണ്ട് റിപ്പയറിന്റെ പൈസ തരാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്രയും ലോട്ടറി എടുത്ത് എന്തെങ്കിലും ഒരു പൈസ കിട്ടണ്ടേ? അത് കിട്ടാത്ത ഒരു ടെൻഷനിൽ ഞാൻ ഇതുവരെ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ആലോചിച്ച് ഞാൻ വേദന ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈ വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഈ വോട്ടവകാശം, എന്തുകൊണ്ടാണ് ഈ വോട്ടവകാശവും ലോട്ടറിയും തമ്മിലുള്ള ഒരു ബന്ധം? എന്താണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരണത്തിൽ ജയിക്കുന്ന അവരെന്നെയാണ്. പിന്നെ ഈ ലോട്ടറി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ എത്രയോ ഇതിനെ കൊണ്ട് ജീവിക്കുന്ന കുറെ ആളുണ്ട്. ഒന്നും കഴിയാത്ത ആൾ ഇതിനെ കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുണ്ട്. അത് നിങ്ങൾ എടുത്ത് തള്ളാൻ പാടില്ല. അതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൽ ഒരു പ്രൈസ് കിട്ടാത്ത ഒരു വിഷമമുണ്ട്. ആ പ്രൈസ് കിട്ടാത്ത വിഷമത്തിലാണ് ഞാൻ പിന്നെ ഇത് പറയുന്നത്. പിന്നെ വോട്ട് ഇതുവരെയും ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ അതുപോലെ തന്നെ ഇപ്പോ അങ്ങ് കാവ്യമാധവൻ, അതുപോലെ തന്നെ ദിലീപിന്റെ ഒക്കെ വലിയൊരു ആരാധകനാണല്ലോ. ഇപ്പൊ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരാഴ്ച മുമ്പിട്ട് ഞാൻ ദിലീപിന് വേണ്ടി നല്ല പുഷ്പാഞ്ജലി വരെ ഞാൻ അമ്പലത്തിൽ കഴിച്ചതെന്ന് വെച്ചാൽ ദിലീപിന് വേണ്ടി, ദിലീപിന്റെ ഭാര്യയാണ് കാവ്യമാധവൻ. രണ്ടാമത് കഴിച്ചതാണ്. അതിപ്പോ കഴിക്കാത്ത ആരുമില്ല, 3 കഴിക്കുന്ന ആളുണ്ട്, 4. അത് പിന്നെ ഒരാളെ പിന്നെ ഇതാണ്. അപ്പൊ ദിലീപിലുള്ള കാവ്യമാധവനോടുള്ള ഒരു ആരാധന എനിക്കില്ലോ. അതിൽ കുറെ ആൾ ചേർത്തിട്ട് പറഞ്ഞത് പ്രേമിക്കുന്നതാണ്, അങ്ങനത്തൊന്നുമില്ല. അവളെ എൻ്റെ ഒരു ആരാധന ഇതാണ്. അപ്പോൾ ദിലീപ് ഈ കേസിൽ ജയിക്കുന്നതിൽ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അവൻ ജയിച്ചു, പിന്നെ അവൾക്ക് സന്തോഷമായി. അതിൽ അവൻ ജയിച്ചത് അല്ല, ഈ വിധിയിൽ അവൻ ജയിച്ചതിൽ എനിക്ക് സന്തോഷമില്ല, വേറൊന്നുമില്ല. ദിലീപ് ആ കേസിൽ ജയിച്ചതിൽ എനിക്ക് സന്തോഷമില്ല. എന്ന് വെച്ചാൽ കാവ്യമാധവന്റെ പുരനാണ് ദിലീപ്. ഞാനൊരു ആരാധനാണ്. ആളിങ്ങനെ എന്തെല്ലോ വേണ്ടാത്തലും പറയും. അതിലെനിക്ക് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഞാനൊരു ആരാധനാണ്. വെച്ചാൽ എൻ്റെ ഒരു പെങ്ങളെ പോലെ ഞാൻ ആളെ കണക്കൂട്ടി. ആള് പിന്നെ എന്തെല്ലോ കൂട്ടി പറയും, അത് വേറെ. അവളെ സിനിമ ഞാൻ കണ്ടിനി, ദിലീപിന്റെ സിനിമ കുറെ കണ്ടിനി, ദിലീപിന്റെ കുറെ പടം കണ്ടിനി. കാവ്യമാധവന്റെ അല്ലാത്ത സിനിമ തന്നെ കുറെ കണ്ടിനി. മമ്മൂട്ടിയുടെ സിനിമ കാണുന്നില്ലേ, മോഹൻലാലിന്റെ കാണുന്നില്ലേ, ജഗതിന്റെ സിനിമ കാണുന്നില്ലേ. എന്നാൽ ജഗതി നല്ല കോമഡിയാണ് എന്ന് വെച്ചിട്ട് ജഗതി ഞാൻ വലിയ പ്രേമത്തിലാണ് നമ്മളോട് ആണല്ലേ. അപ്പൊ അതിൽ വെച്ചിട്ട് ആൾ എന്തെല്ലോ പറയും. ഇപ്പൊ എനിക്ക് ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ ആള് കമന്റ് ഇടും, അതിലെനിക്ക് വിഷയമല്ല. ഇപ്പൊ നമ്മളെ മുഖ്യമന്ത്രി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അയാളെ പേരിൽ കമന്റ് ഇടുന്നില്ല. അതേപോലെ ഈ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് കമന്റ് ഇടുന്നതിന് അതിലെനിക്ക് വിഷയമില്ല. ഞാൻ തളരൂല്ല, പക്ഷെ മരിക്കുന്നവരെടുക്കും. പക്ഷെ ഇന്ന് ഞാൻ ഒരു സെയിം എടുത്തു, നാളത്തെ എന്നില്ല പ്രതീക്ഷ. അത് കിട്ടാതെ കൊണ്ട് ഞാൻ ഇതുവരെ വോട്ട് ചെയ്തില്ല. മറ്റേതാളെ രാവിലെ പോയിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നതാണ്. അത് ആലോചിച്ച് ചെയ്യാന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈ ദിലീപിനായിട്ട് പുഷ്പാഞ്ജലി വരെ നടത്തിയിട്ടുണ്ട്. ഏത് അമ്പലത്തിലായിരുന്നു? ഏറ്റവും വരെ എനിക്ക് വിശ്വാസം ഏഴോ ശിവന്റെ അമ്പലം. അത് കഴിഞ്ഞിട്ട് അതിയുടെ ശ്രീകൃഷ്ണ അമ്പലം. 2 അമ്പലത്തിൽ ഞാൻ പുഷ്പാഞ്ജലി ചെയ്തു. ഒന്ന് ശിവന്റെ അമ്പലത്തിൽ, ഒന്ന് കൃഷ്ണ അമ്പലത്തിൽ. എനിക്ക് ദിലീപിന്റെ വക ഒരു ഉറുപ്പ് കിട്ടിയില്ല. പക്ഷെ നല്ലൊരു ആരാധനയാണ്. ഒരാളെ കൊന്നിട്ടൊന്നുമില്ല, പക്ഷെ കൊന്നാൾ എത്രയോ ഉണ്ട്. പക്ഷെ അവൻ ഒരു കാവ്യമാധവന്റെ പുരനായി ജീവിക്കുന്ന വ്യക്തിയാണ്. അവൻ അതിൽ കേസ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കാവ്യമാധവന്റെ കണ്ണിൽ എത്ര കണ്ണിൽ നിന്ന് എത്ര വേദന വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പുഷ്പാഞ്ജലി 2 ദിവസം മുപ്പിട്ട് ഞാൻ ചെയ്തിനി. അത് അവൻ ജയിച്ചു, അതിലെനിക്ക് സന്തോഷമില്ല. അപ്പോൾ അത് അവന്റെ സന്തോഷം കഴിഞ്ഞ് വന്നു. ഞാനിപ്പോ വന്നു ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്, സെയിം എടുക്കല്. ഇതില് 12 എണ്ണമാണ്, സെയിമാണ്. 600 രൂപ ടിക്കറ്റ്. 1 രൂപ കുറക്കൂല. അവർക്ക് ഇപ്പം കമ്മീഷൻ ഇല്ല, കുറച്ചില്ല. അതുകൊണ്ട് 600 രൂപ ടിക്കറ്റ്, 4 ടിക്കറ്റാണ്. ഇതിപ്പോ എന്താ 9, 7, 5, 8, 8. അപ്പൊ ഇനി ലോട്ടറി എടുക്കൽ തുടരും തന്നെയാണ്? തുടരെ എടുക്കും, പക്ഷെ പാടെടുക്കില്ല. ഇങ്ങനെ വിട്ട് ഒറ്റ അങ്ങനെ എടുക്കില്ല. കൂടുതൽ എടുക്കാനാവില്ല. എന്താ വെച്ചാൽ പണിയെടുക്കാൻ കഴിഞ്ഞിട്ടേ. ഇതിലെന്തെങ്കിലും കനിയണ്ടേ? സർക്കാർ കനിയാതുകൊണ്ടാണ് സർക്കാരോട് അത്ര ഇത് പറഞ്ഞ് ഞാൻ. അപ്പോ ഇത്തവണത്തെ വോട്ടവകാശം വിനിയോഗിക്കണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കാവ്യപ്രകാശൻ പറയുന്നത്. എന്നാലും ലോട്ടറി എടുക്കൽ എന്തായാലും നിർത്തില്ല, ഇനിയും തുടരുമെന്ന് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, കാവ്യപ്രകാശൻ കാവ്യമാധവന്റെ ദിലീപിന്റെ സിനിമ കണ്ടുകൊണ്ടാണ് കാവ്യം വന്ന് പേര് വന്നത്. അപ്പൊ അതിൽ കുറെ ആൾ ഉണ്ടാക്കി പറയുന്നു. അതുകൊണ്ട് കാവ്യമാധവനിലൂടെ സ്നേഹയില്ലോ, ആരാധനയില്ലോ. അപ്പൊ ഈ ദിലീപിൽ ജയിച്ചുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ആ പുഷ്പാഞ്ജലി ജയിച്ചു. ശിവന്റെ അമ്പലത്തിലും കൃഷ്ണാമ്പലത്തിലും ഏറ്റവും വലിയ ഭക്തനാണ് ഞാൻ, ശിവനും കൃഷ്ണനും. അപ്പൊ എന്തായാലും ഇനിയും ലോട്ടറി എടുക്കൽ തുടരുമെന്ന് തന്നെയാണ് കാവ്യപ്രകാശൻ പറയുന്നത്. നികേഷ് താവത്തിനോടൊപ്പം ഷരിമരാജൻ, കണ്ണൂർ വിഷൻ.